ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് സർഗാലയിലാണ്. ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് 100 റുപ്പീസാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് കയറുമ്പം തന്നെ ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഫുഡ് ഫെസ്റ്റിവലിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം നമുക്ക് വേണ്ടതിൻ്റെ ബില്ലടിച്ചതിന് ശേഷം അതും എടുത്തിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ ഇതിനുള്ളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ ബില്ലെടുത്ത് അപ്പം ഇതിനുള്ളിലേക്ക് കടന്നിട്ട് നമ്മളവിടുന്ന് ഫുഡ് വാങ്ങിച്ചു. അപ്പം ബിരിയാണിയും അതുപോലെ പിന്നെ മസാല ദോശ, തട്ട് ദോശ, ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല ഫുഡായിരുന്നു, നല്ല റഷായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം. ആദ്യം ഫ്രൈഡ് റൈസിന് പറഞ്ഞ് അപ്പോൾ അതിന് കുറച്ച് ഒരുപാട് ടൈം എടുക്കുന്നു. അപ്പോൾ ഞങ്ങളത് ബിരിയാണി ആക്കിയതാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിരുന്നു. ഞങ്ങളൊരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, ഒരുപാട് സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള അവരുടെ സാധനങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടി വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം കാണുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ ആണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കസാക്കിസ്ഥാൻ. അപ്പോൾ അവരെ കുറച്ച് ക്രാഫ്റ്റുകൾ ഇതൊക്കെയാണ്. ഇത് ഉഗാണ്ടയാണ്. ഉഗാണ്ടേൻ്റെ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ്. അവർക്ക് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നൊന്നും വലിയൊരു ഇതില്ല. നമ്മൾ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവരത്ര സമ്മതിച്ചില്ല അതിന്. പിന്നെ ഇത് ജോർദാൻ്റെ ആണ്. ജോർദാൻ്റെ നിറയെ കപ്പുകൾ, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല കപ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് ചിത്രം വരയ്ക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കൊടുത്താൽ നമ്മളെ ചിത്രം അതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ആറന്മുള കണ്ണാടിയാണ്. ഇതിനൊക്കെ നല്ല റേറ്റിനാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ കാണുന്നത് ഈജിപ്തിൻ്റെ ആണ്. അവരെ നല്ല ബാഗുകൾ, ചെറിയ ചെറിയ പേഴ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ആ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഇത് തായ്ലാൻഡിൻ്റെ ആയിരുന്നു. തായ്ലാൻഡിൻ്റെ നല്ല നല്ല കമ്മലുകൾ, വള, ഒരുപാട് സാധനങ്ങൾ അവരത് നമുക്ക് കാണാനുണ്ടായിരുന്നു. പിന്നെ ഇത് കിർഗിസ്ഥാൻ്റെ ആയിരുന്നു. കിർഗിസ്ഥാൻ്റെ ഡ്രസ്സ്, അവരെ കോട്ടൊക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അവരുടേതായ ഒരു കോട്ടും ഇതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നേപ്പാളിൻ്റെ ആണ്. നേപ്പാളുകാരുടെ ഡ്രസ്സ്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതേതൊരു സ്റ്റേറ്റിൻ്റെ ആയിരുന്നു, ഏതാ അത്ര ഓർക്കുന്നില്ല. ഇത് അവർ നമ്മുടെ ഈ മഹാരാഷ്ട്ര അങ്ങനെ എന്തുകൊണ്ടായിരുന്നു. അപ്പോൾ അവർ ബാഗും കാര്യങ്ങൾ. പിന്നെ ഇതും അതുപോലെ തന്നെ ഫുൾ നല്ല ലൈറ്റുള്ള നല്ല ലാമ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളായിരുന്നു അത്. ഇതൊക്കെ ഓരോ സ്റ്റേറ്റിൻ്റെ ആയിരുന്നു. വേറൊരു സ്റ്റേറ്റിൻ്റെ അവരുടേതായ മരപ്പണികളൊക്കെ കൊണ്ടുള്ള സാധനങ്ങൾ, പിന്നെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ക്രാഫ്റ്റ് വർക്കല്ലേ, അപ്പോൾ വീട്ടിലൊക്കെ നല്ല ഷോയ്ക്ക് വെക്കാൻ നല്ല ഭംഗിയാണ്. ഇത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ ആന മരം കൊണ്ടുണ്ടാക്കിയത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഷോക്കേസിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ഏതാ സ്റ്റേറ്റ് ഞാൻ മറന്ന്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിരുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് പോണ്ടിച്ചേരിയാണ്.
അപ്പോൾ അവരെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലൊരു ദൈവങ്ങളെ ഒക്കെ രൂപങ്ങൾ ചിരട്ടേൻ്റെ ഉള്ളിലാക്കിയിട്ട്, പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഇത് ബാഗ്. അപ്പോൾ ഇതൊക്കെ നല്ല ക്രാഫ്റ്റ് വർക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും അതുപോലെ തന്നെ എന്തോ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ തന്നെയാണ്, കേരളത്തിൻ്റെ. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. ഒരു മാലമുത്തോ മുത്ത് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് തമിഴ്നാടാണ്. അപ്പോൾ അവരെ സാരിയാണ് നമ്മൾ കാണുന്നത്. ചെരുപ്പുകൾ ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കർട്ടനൊക്കെയാണ്, പിന്നെ സോഫയ്ക്കൊക്കെ വിരിക്കാൻ പറ്റിയ നല്ലൊരു സെറ്റ്. ഇതൊക്കെ മുള കൊണ്ട് ഉണ്ടാക്കിയ ചെയറാണ്. ഇതിൻ്റെ ചെറുതുണ്ട്, വലുതുണ്ട്, വേറെ ഡിസൈന്, വേറെ തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡിലേക്ക് ഇതാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത്ര അങ്ങോട്ടേക്കൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ ഒരു ഭാഗത്ത് പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പോയിട്ട് ഡാൻസൊക്കെ കളിക്കാം. അപ്പോൾ അവർ ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ച് അവരുടേതായ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ അവിടെ നിന്ന് വായിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് ഡാൻസൊക്കെ കളിക്കാവുന്നതാണ്. ഇത് മെക്സിക്കോൻ്റെ ആണ്. ഇത് ശ്രീലങ്ക, അവരുടെ ബാഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് ഇറാൻ്റെ ആണ്, അവരെ കുറച്ച് മാല അതുപോലത്തെ ഒക്കെ ആയിരുന്നേ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഉള്ളിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ പുറത്തേക്കൊക്കെ പോയിട്ട് ഈ ഒരു വെള്ളത്തിന് നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഒരു സൈഡിലായിട്ട് ഈ ഒരു ബഗ്ഗി ഉണ്ടായിരുന്നു. ബഗ്ഗി അങ്ങനെ എന്താണ്ടാണ് പറയുന്നത്. പിന്നെ ഒരു തരം ബൈക്ക് തന്നെയായിരുന്നു, 4 ടയറുണ്ട്. അപ്പോൾ ഈ ഒരു ചെളിയിൽ കൂടെ നമ്മളിതൊന്ന് ഓടിച്ചു പോകണം. ഇതിനൊരു 100 റുപ്പീസാണ് വാങ്ങിക്കുന്നത്. 2 റൗണ്ട് ഉണ്ടായിരുന്നു. ഇത് ചെളിയിൽ കൂടെ നല്ല ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിലായിട്ട് നല്ല ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മാപ്പിള സോങ് ആയിരുന്നു. പിന്നെ ഇത് കണ്ണൂർ ഷെരീഫ് ആൻഡ് ടീമിൻ്റെ ഗാനമേളയായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം വൈകിയത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ച്, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം കൂടെ കഴിച്ച് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനായിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.